ഒരു ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കിയാലോ? ഇതാണ് ഇക്വേഷൻ. Fe പ്ലസ് H2O gives Fe3O4 പ്ലസ് 4H2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലുള്ള നമ്പേഴ്സ് എഴുതിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ Fe എന്ന് പറയുമ്പോൾ അവിടെ 1 ആണുള്ളത്. അപ്പോൾ Fe എന്ന് പറയുമ്പോൾ നമ്മൾ 1 എഴുതി. ഇനി ഈ ഒരു സൈഡിൽ Fe എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 എഴുതി. ഇനി H എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ H എന്ന് പറയുന്നത് നമ്മളിവിടെ 2 എഴുതി. ഇനി ഈ ഒരു സൈഡിൽ 4 × 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? H എന്ന് പറയുന്നത് 4 × 2 എഴുതി. ഇനി നെക്സ്റ്റ് വരുന്നത് O ആണ്. O എന്ന് പറയുന്നത് ഇവിടെ 1 ആണുള്ളത്. ഈ ഒരു സൈഡിൽ O എന്ന് പറയുന്നത് ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ O4 എഴുതി. ഇനിയാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിൽ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 1 × 3 എന്ന് എഴുതണം. അപ്പോൾ കറക്റ്റായി Fe എന്ന് പറയുന്നത് 3ഉം Fe എന്ന് പറയുന്നത് ഇവിടെ 3ഉം. ഇനി ഇവിടെ 4 × 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 2 × 4 എന്ന് എഴുതണം. O എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 × 4 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ Fe എന്ന് പറയുന്നത് 3, H എന്ന് പറയുന്നത് 2 × 4, O എന്ന് പറയുന്നത് 4. ഇനി നമ്മൾ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ഒരിക്കലും സഫിക്സ് ആയിട്ട് എഴുതരുത്, പ്രിഫിക്സ് ആയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ 3 എഴുതി. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇവിടെയും Fe 3 ആണ്, ഇവിടെയും 3 ആണ്. ഇനി H എന്ന് പറയുന്നത് 2 × 4 ആണ്. അപ്പോൾ നമ്മളിവിടെ 4 എഴുതി. അപ്പോൾ 4 × 2 കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയും 4 × 2 കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി O എന്ന് പറയുന്നത് 4O, ഇവിടെയും O4 കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 3Fe പ്ലസ് 4H2O gives Fe3O4 പ്ലസ് 4H2. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നോക്കി നോക്കിയാൽ 3 എന്ന് പറയുന്നത് 3Fe, ഇവിടെ Fe3. H എന്ന് പറയുന്നത് 4 × 2, ഇവിടെയും 4 × 2. O എന്ന് പറയുന്നത് 4O, ഇവിടെ O4. നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ നോക്കാം. CH4 പ്ലസ് Cl2 gives CCl4 പ്ലസ് HCl. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. ആദ്യം തന്നെ C നോക്കാം. C എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. H എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ദെൻ Cl എന്ന് പറയുന്നത് ഇവിടെ 2 ആണുള്ളത്. ഇനി ഈ ഒരു സൈഡ് നോക്കി നോക്കിയാൽ C എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. H എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ 1 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? നമ്മൾ 1 എഴുതണം. അത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണുള്ളത്? Cl എന്ന് പറയുന്നത് ഒരു സൈഡിൽ 4 ഉണ്ട്, ഒരു സൈഡിൽ 1 ഉണ്ട്. സോ 4 + 1 ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. C എന്ന് പറയുന്നത് 1, 1 രണ്ട് സൈഡിലും കറക്റ്റ് ആണ്. H എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, ഇവിടെ 1 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സൈഡിൽ 4 എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? 4 × 1 4 കറക്റ്റ് ആണ്. അപ്പോൾ H4 കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ Cl എന്ന് പറയുന്നത് 2 ആണ്, ഇവിടെ 4Cl ആയിട്ടുണ്ട്. ഇവിടെ ഈ Cl എന്ന് പറയുന്നത് 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് 4Cl2 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 4 × 2 8 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പേഴ്സ് എഴുതിയെടുക്കാം. അപ്പോൾ 2 × 4, അപ്പോൾ ഇവിടെ എന്തായി? 4 + 4 ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുണ്ട്. 2 × 4 എന്ന് പറയുന്നത് എന്താണ്? 8ഉം 4 + 4 എന്ന് പറയുന്നത് 8 ആയിട്ടുണ്ട്. ഓക്കെ, 4 + 4 എങ്ങനെയാണെന്ന് വെച്ചാൽ CCl4ൻ്റെ 4ഉം അതേപോലെ തന്നെ 4HClൻ്റെ 4ഉം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി H കറക്റ്റ് ആയിട്ടുണ്ട്. H എന്ന് പറയുന്നത് 4HCl അവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കിയേ, CH4 + 4Cl2 gives CCl4 + 4HCl. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കിയേ. C എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഈ ഒരു സൈഡിലും 1 ആണ്. H എന്ന് പറയുന്നത് 4 ആണ്. ഇനി Cl എന്ന് പറയുമ്പോൾ 4 × 2Cl, ഈ ഒരു സൈഡിലും 4ഉം + 4 8. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.